ഇനിയിപ്പോൾ വളരെ വേഗത്തിൽ നമുക്ക് ഇടുക്കിയിലേക്ക് കൂടി പോകണം. ജോസിൽ കൂടി ഇടുക്കിയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. നോക്കാം, മലയോര ജില്ല, തോട്ടം തൊഴിലാളികൾ ഏറെയുള്ള മേഖല എങ്ങനെയാണ് ഈ സമരത്തോട് അനുഭാവം കാണിക്കുന്നതെന്ന്. ജോസിൽ, ഗുഡ് മോർണിംഗ്. എങ്ങനെയാണ് ഇടുക്കി ജില്ലയുടെ ഒരു ഇന്നത്തെ സമരത്തിന്റെ കാഴ്ച? പ്രത്യേകിച്ച് നമുക്കറിയാം, തോട്ടം തൊഴിലാളികളൊക്കെ ഏറെയുള്ള മേഖല കൂടിയാണല്ലോ ഇടുക്കി എന്ന് പറയുന്നത്. എങ്ങനെയാണ് പ്രതികരണം വരുന്നത്? മനു, ഗുഡ് മോർണിംഗ്. ഏതായാലും മനു സൂചിപ്പിച്ച പോലെ തന്നെ തോട്ടം തൊഴിലാളികളടക്കം നിരവധി തൊഴിലാളികളുള്ള ഒരു ജില്ല തന്നെയാണ് ഇടുക്കി ജില്ല. ഈ ജില്ലയിൽ ഏതാണ്ട് പൂർണ്ണമായി തന്നെ ഈ പണിമുടക്കിനെ ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് വേണം പറയാൻ. ഞാനിപ്പോൾ അറിയാം, മനു ഒക്കെ ഇവിടെ നേരത്തെ വന്നിട്ടുള്ളതാണ്. ഈ നവകേരള സദസ്സൊക്കെ നടക്കുന്ന ഈ ഗ്രൗണ്ടിന് മുമ്പുള്ള ഈ പ്രദേശം. ഞാനിപ്പോൾ റോഡിൻ്റെ നടുക്കാണ് നിൽക്കുന്നതെന്ന് പറയാം. വളരെ ചുരുങ്ങിയ വാഹനങ്ങൾ മാത്രമാണ് ഇവിടേക്ക് സർവീസ് നടത്തുന്നത്. ഈ BMS-ൻ്റെ അനുഭാവികളായ ഒന്നോ രണ്ടോ നൂറുകണക്കിന് ഓട്ടോകളുള്ള ഒരു നഗരമാണ് തൊടുപുഴ. എന്നാൽ ഒന്നോ രണ്ടോ ഓട്ടോകൾ മാത്രം, അതും കാലിയടിച്ച് കിടക്കുകയാണ്. ആകെ ഇറങ്ങി ഇവിടെ വന്ന് നിൽക്കുന്ന ജനങ്ങൾ എന്ന് പറയുന്നത് ഈ അന്യസംസ്ഥാന അതിഥി തൊഴിലാളികളാണ്. ഇവിടെ രാവിലെ കഥയൊന്നും അറിയാതെ വന്ന് ഇന്ന് പണിക്ക് പോകാമെന്ന് കരുതി നിൽക്കുന്ന അതും 5-6 പേർ മാത്രമാണ് ഇവിടെ ഈ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നത്. എന്നാൽ ബസ്സൊന്നും ഓടുന്നൊരു സാഹചര്യമില്ല. KSRTC-യോ സ്വകാര്യ ബസ്സുകളോ ഒന്നും ഇവിടെ ഇന്ന് സർവീസ് നടത്തുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായും പറയാനുള്ളത്. ആകെ രാവിലെ കുറച്ച് വാഹനങ്ങൾ, സ്വകാര്യ വാഹനങ്ങൾ, പ്രത്യേകിച്ച് എയർപോർട്ടിലേക്ക് പോകാനുള്ള അതിൻ്റെ സ്റ്റിക്കർ ഒട്ടിച്ച് പേപ്പറിൽ എഴുതി ഒട്ടിച്ച് എയർപോർട്ട് എന്ന് എഴുതി പോയ കുറച്ച് വാഹനങ്ങൾ. പിന്നെ ഇവിടെ ഈ നമ്മളിപ്പോൾ രാവിലെ വരുമ്പോൾ ഇവിടെ ഒരു സിനിമ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് വാഹനങ്ങൾ കിടക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ ഇവിടുന്ന് പോയിട്ടുണ്ട്. ഇപ്പോൾ ഒരു KSRTC ബസ് ഇപ്പോൾ ഇവിടേക്ക് വരുന്നുണ്ട്. അത് പുറത്തുനിന്ന് വരുന്നതാണ്, സുൽത്താൻ ബത്തേരി ബസ്സാണ്. അതും ആ ബസ്സിൽ യാത്രക്കാരൊന്നും ഇല്ല എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. സുൽത്താൻ ബത്തേരിയിൽ നിന്ന് വന്നിരിക്കുന്ന ബസ്സാണ് എന്ന് ബോർഡ് വെച്ച ഒരു ഫാസ്റ്റ് ബസ്സാണ് വന്നിരിക്കുന്നത്. അതിലും യാത്രക്കാരൊന്നും നിലവിലില്ല എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഏതായാലും 9:30-ക്ക് പ്രകടനം തൊടുപുഴ കേന്ദ്രീകരിച്ച് നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. തൊടുപുഴ മേഖലയിൽ മാത്രമല്ല, ജില്ലയിലെ എല്ലാ കേന്ദ്രങ്ങളിലും ഇത്തരത്തിൽ ഒരു 9:30 ഒക്കെ സമയത്തോടു കൂടി തന്നെ പ്രകടനങ്ങൾ തൊഴിലാളികളുടെയും മറ്റ് സംസ്ഥാന സർക്കാർ ജീവനക്കാർ, കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെയും നേതൃത്വത്തിലുള്ള പ്രകടനങ്ങൾ ഒരു 9:30യോടുകൂടി ആരംഭിക്കുമെന്നാണ് പറഞ്ഞത്. ഇപ്പം തൊട്ടടുത്തുള്ള തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷനിലും 9:30-ക്കാണ് ജീവനക്കാരുടെ പ്രകടനം പറഞ്ഞിരിക്കുന്നത്. CITU-വിൻ്റെയും മറ്റ് സംഘടനകളുടെയും നേതൃത്വത്തിലുള്ള പ്രകടനം ഈ ഗാന്ധി സ്ക്വയറിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ജില്ലയിലെ ഹൈറേഞ്ച് മേഖലയിൽ, പ്രത്യേകിച്ച് തോട്ടം തൊഴിലാളി മേഖലയിലും അതിശക്തമായ പ്രകടനങ്ങളും പ്രതിഷേധങ്ങളും ഉയരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന കാലികമായ പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങൾ ഉയർത്തി കൊണ്ടുവന്നിരിക്കുന്നത്, നേരത്തെ കാലേ കൂട്ടി തന്നെ പ്രഖ്യാപിച്ച് നടത്തുന്ന ഈ സമരത്തോട് ജനങ്ങൾ പൂർണ്ണമായി സഹകരിക്കുന്നു എന്നുള്ള വേണം പറയാൻ. ഏതാനും ചുരുങ്ങിയ ഈ BMS അനുഭാവികളായ കുറച്ച് ഓട്ടോകളും അതുപോലെ തന്നെ മറ്റ് സ്വകാര്യ അത്യാവശ്യ സർവീസിന് വേണ്ടി ആവശ്യങ്ങൾക്ക് വേണ്ടി പോകുന്ന ചില വാഹനങ്ങളും മാത്രമാണ് ഇപ്പോൾ നിരത്തിലുള്ളത്. കടകമ്പോളങ്ങൾ പൂർണ്ണമായും അടഞ്ഞു കിടക്കുന്നു. ഈ പണിമുടക്കിനോട് പൂർണ്ണമായി ജനങ്ങൾ സഹകരിക്കുന്നു എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഏതായാലും നമുക്ക് അറിയാവുന്നതുപോലെ തന്നെ 4 ലേബർ കോഡുകൾ ഉടൻ പിൻവലിക്കണമെന്നും മിനിമം വേതനം 26,000 രൂപ ആയിട്ട് നിശ്ചയിക്കണമെന്നും ഈ തൊഴിലിനെ താൽക്കാലികവൽക്കരിക്കുന്ന നയങ്ങൾ തിരുത്തണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് അങ്ങനെ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടത്തുന്ന ഈ സമരം, വിലക്കയറ്റം, അതുപോലെ തന്നെ രാജ്യത്ത് പടർന്നു പിടിക്കുന്ന വർഗീയതയ്ക്കെതിരെയും എല്ലാം ഈ തൊഴിലാളികൾ മുദ്രാവാക്യം ഉയർത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഈ ഏറ്റവും ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തൊഴിലാളി സംഘടനകൾ, സർക്കാർ ജീവനക്കാർ എല്ലാം നടത്തുന്ന ഈ സമരങ്ങളോട് പൂർണ്ണമായി ഐക്യപ്പെടുന്ന കാഴ്ചയാണ് ഇടുക്കി ജില്ലയിലും കാണാൻ സാധിക്കുന്നത്. മനു. ഓക്കെ, താങ്ക് യു ജോസിൽ. ജോസിലാണ് തൊടുപുഴയിൽ നിന്ന് ഇടുക്കി ജില്ലയുടെ സമഗ്രമായ വിവരങ്ങൾ നമുക്ക് പങ്കുവച്ചത്. തൊടുപുഴയും ഇടുക്കിയും ആ രീതിയിൽ സമരത്തെ പിന്തുണയ്ക്കുന്നതാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്.